ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദിൻ്റെ പേരിൽ ഒരു കേസുമില്ല, അരവിന്ദിനെ വെറുതെ വിടണം എന്നുള്ളത് പോലീസിനോട് വിളിച്ചു പറഞ്ഞത് ശ്രേയാണെന്നുള്ള കാര്യം അറിയുകയാണ്. അങ്ങനെ ബാലൻ്റെ അടുത്തേക്ക് പരിഹാസത്തോടു കൂടി അരവിന്ദനും ഹേമയും വരികയാണ്. എന്നിട്ട് ബാലനോട് പറയണേ, കണ്ടില്ലേ, എൻ്റെ പേരിൽ കേസ് കൊടുത്തവർ തന്നെ എന്നെ വെറുതെ വിടാനും പറഞ്ഞു. ഇപ്പം എങ്ങനെയിരിക്കുന്നു? ഇനി നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ള കേസിൻ്റെ വിധി വരുന്നത് വരെ എന്നെ ഈ വീട്ടിൽ പുറത്താക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാനും കഴിയില്ല. ഇപ്പം ഈ വീട്ടിലെ രാജാവ് ഞാനാണ് എന്ന് പറഞ്ഞ് അമ്മയെ അരവിന്ദ് അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് പറയണ, അമ്മ ഇപ്പം ഈ വീട്ടിലെ ആരാണെന്നോ? മഹാറാണിയാണ്. അപ്പോൾ എങ്ങനെയാണ് മഹാറാണി ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഹേമ ബാലൻ്റെ മുന്നിൽ വെച്ച് കാലും കയറ്റി അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് അരവിന്ദ് പറയാണ്, ഞാനിവിടുത്തെ രാജാവാണ്, രാജാവിൻ്റെ അമ്മ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഹേമയെ കൊണ്ട് കാലുമക്കാലായിട്ട് ഇരുത്തുന്നത്. എന്നിട്ട് പറയണ അരവിന്ദൻ, ഇവിടെ ആരെങ്കിലും അമ്മയെ എന്തെങ്കിലും ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ ഹേമ അരവിന്ദിൻ്റെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ചോണ്ട് പറയണ, എടാ മോനെ അരവിന്ദ, എനിക്കിപ്പോൾ വളരെ സന്തോഷമായി, എനിക്കിപ്പോൾ നല്ല സന്തോഷത്തിലാണ്. ഞാൻ ഇങ്ങനെയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇനി എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടണമെങ്കിൽ ഇവിടെ നിന്നും ചിലരൊക്കെ പുറത്തു പോകണം. അതുകൂടി ആയാൽ എനിക്ക് പിന്നെ കൂടുതൽ സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ ബാലൻ പറയണ, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അരവിന്ദ് പറയാണ്, നിങ്ങൾ അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാൻ വരട്ടെ, എൻ്റെ കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്ക്. നിങ്ങൾ എന്നെ പുറത്തിറക്കാൻ കഴിയില്ല, ഞാൻ ഇവിടേക്ക് വന്ന് കയറില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ കരുതിയത്. ഇപ്പോൾ എന്തുണ്ടായി? ഞാൻ രാജാവിനെ പോലെ തിരിച്ചെത്തിയില്ലേ? അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇനി മുതൽ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ എന്ത് നടക്കില്ല എന്ന് പറഞ്ഞോ അത് ഞാൻ നടത്തി കാണിച്ചു തരുന്നതാണ്. എന്നിട്ട് അരവിന്ദ് ചാരുവിനെ പരിഹസിച്ചുകൊണ്ട് പറയണേ, അല്ല വൈറ്റ് റൈസേ എന്ന് പറഞ്ഞപ്പോൾ രമേശ്, എന്താണ് അരവിന്ദ നീ വിളിച്ചത്? അത് പിന്നെ ഞാനൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചു പോയതാണ്. ഇവിടെ നിൽക്കുന്നത് വാദ്യാരല്ലേ, അപ്പോൾ ഞാനും ഒന്ന് മാറണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ് അളിയ. എന്നിട്ട് വൈറ്റ് റൈസേ, നീ ആള് ചില്ലരക്കാരിയൊന്നുമല്ലല്ലോ. ഞാൻ കരുതിയത് നീ ഒരു പാവമാണെന്നാണ്. പക്ഷേ നീ പോലീസിനെയും കൂട്ടി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് നീ അവരെ കൂട്ടി വന്നല്ലോ. നീ ആളൊരു മിടുക്കത്തി തന്നെയാണ്. നീ ഈ വീട്ടിലേക്ക് മാമ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ എപ്പോഴും നിനക്ക് ആ സന്തോഷം കിട്ടണം എന്നുള്ളത് നീ ഇനി കരുതണ്ട. കാരണം ഞാൻ ഇവിടെ എത്തി, ഈ അരവിന്ദൻ ഈ വീട്ടിൽ എത്തിക്കഴിഞ്ഞു. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തിനാണ് വെറുതെ പറഞ്ഞ് സമയം കളയുന്നത്? അതെല്ലാം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലനും ആകാശൊക്കെ ഇങ്ങനെ അരവിന്ദ് സംസാരിക്കുന്ന ദേഷ്യത്തിലാണ് കേട്ടോണ്ട് നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ ആകാശ് പറയണേ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ഒന്ന് ചെയ്ത് കാണിക്ക് എന്ന് ആകാശും വെല്ലുവിളിയോട് കൂടി അരവിന്ദനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഹേമ ഉച്ചത്തോടു കൂടി ആകാശിനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദ് പറയാണ്, ഹാ നീ എന്നെ വെല്ലുവിളിക്കാരായോ? ഇനി മുതൽ നീ എന്നെ വെല്ലുവിളിക്കാനൊന്നും ആയിട്ടില്ല. നീ അനിയനാണെന്നുള്ള പരിഗണനയൊന്നും ഞാൻ തരില്ല. നീ എന്നോട് ഏറ്റുമുട്ടുമ്പോൾ നീ ഒന്ന് ആലോചിച്ചോ, നീ തോൽക്കാൻ തയ്യാറായിട്ട് നിന്നോ. ഇനി മുതൽ നിനക്ക് ജയമുണ്ടാവില്ല, എനിക്ക് തന്നെയാണ് ജയമുള്ളത് എന്നുള്ള ആകയോട് കൂടിയാണ് ആകാശിനോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറയണ, അമ്മേ എനിക്ക് വിശന്നിട്ട് വയ്യ, അമ്മ എന്തെങ്കിലും എടുത്തോണ്ട് വാ. എൻ്റെ മോന് ഈ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി, ഈ അമ്മയുടെ കൈകൊണ്ട് നിനക്ക് ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ പെട്ടെന്ന് അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ്. കണ്ടോണ്ട് നിൽക്കാൻ ബാലനും ആകാശിനൊന്നും കഴിയുന്നില്ല. ദേഷ്യം പിടിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അങ്ങനെ ആകാശ് അവിടെ നിന്നങ്ങ് പോവാട്ടോ. അപ്പോൾ ആകാശിൻ്റെ അടുത്തേക്ക് ആര് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അക്കുചേട്ടാ, എന്തിനാണ് ആ ശ്രേയയ്ക്ക് എന്തിൻ്റെ കേടാണ്? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നല്ലോ, അതിൻ്റെ ഒക്കെ പിറകിൽ ആ ശ്രേയ തന്നെയാണ്. അവൾക്ക് എന്തിൻ്റെ കേടാണ്? അവൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആകാശ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ചാരു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇപ്പോഴും അക്കുചേട്ടൻ എന്നോട് തുറന്നു പറയുന്നില്ല. അക്കുചേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയണേ, എനിക്കറിയില്ല ചാരു എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്. പക്ഷേ എന്തിനാണാവോ അക്കുചേട്ട ശ്രേയ അരവിന്ദേട്ടനെ ജാമ്യത്തിൽ ഇറക്കിയത്? അവർക്കും ഈ വീടും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എനിക്ക് തോന്നുന്നത് അരവിന്ദേട്ടനെ വെച്ച് അവൾ ഇനി കളിക്കാനുള്ള പരിപാടിയാണ്. ഈ വീടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയണം, നമ്മളെ എല്ലാവരെയും അരവിന്ദേട്ടനെ വെച്ച് ഉപദ്രവിക്കണം എന്നാണെന്ന് തോന്നുന്നു അവരിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അരവിന്ദേട്ടനെ അവരിപ്പോൾ ജാമ്യത്തിൽ ഇറക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഓഫീസിൽ പ്രശ്നമുണ്ടാക്കിയത് അരവിന്ദേട്ടനാണ്.
അവിടെ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പിറകിൽ അരവിന്ദേട്ടനാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളത് ശരിക്കും ശ്രേയയ്ക്കറിയാം. അതിൽ അക്കുച്ചേട്ടൻ നിരപരാധിയാണെന്നുള്ളതും ശ്രേയയ്ക്കറിയാം. എന്നിട്ടും അക്കുച്ചേട്ടനെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അക്കുച്ചേട്ടനോട് അവർക്ക് എന്തോ ദേഷ്യമുണ്ട് എന്നല്ലേ. ആകാശ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ചാരു ചോദിക്കുകയാണ്, എന്താ അക്കുച്ചേട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, അതൊക്കെ വിട്ടേക്ക് ചാരു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആകാശ് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ വീണ്ടും ചാരു അക്കുച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നിട്ട് പറയണ, അല്ല അരവിന്ദേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവർ എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആകാശ് പറയണ, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഇനി ചെയ്യേണ്ടത്, അരവിന്ദ് ഈ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അതിലൊന്നും നമ്മൾ തലയിടാതെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയണ്, അതെങ്ങനെ ശരിയാവും? ബാലമാമയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ബാലമാമയെ വല്ലാതെ മനസ്സ് നോവിക്കുന്ന രീതിയിൽ ഓരോന്ന് അരവിന്ദേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുക? അപ്പോൾ ആകാശ് പറയണ, അത് തന്നെയാണ്. അച്ഛനെ അവനൊരു ബഹുമാനവുമില്ലാതെയാണ് സംസാരിക്കുന്നതും കാലുമക്കാല് കയറ്റി ഇരിക്കുന്നതും അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. അല്ല അച്ഛനിപ്പോൾ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ആരും അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയം ഹേമയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് അരവിന്ദ് കിടക്കുകയാണ്. എന്നിട്ട് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ പാട്ട് പാടുകയാണ്. അതും അമ്മയെക്കുറിച്ചുള്ള പാട്ടാണ് പാടുന്നത്. അത് കേൾക്കുമ്പോൾ ഹേമയ്ക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ അരവിന്ദൻ ഇങ്ങനെ വായിൽ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന അനുവിന് ദേഷ്യം പിടിക്കുകയാണ്. അനു ആണെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഈ ഉറക്കെ പാട്ട് പാടുന്നതും അമ്മയെ പുകഴ്ത്തി പാട്ട് പാടുന്നതും ഒക്കെ കാണുമ്പോൾ ദേഷ്യം പിടിച്ചിട്ടാണ് അനു അവിടെ ഇരിക്കുന്നത്. അത് കണ്ടും കൊണ്ടാണ് രമേശൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രമേശൻ മനസ്സിൽ സ്വയം പറയുകയാണ്, അരവിന്ദൻ എന്താ സുഖം, അവനിപ്പോൾ ഗോളടിച്ച് നിൽക്കുകയാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രമേശൻ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആപ്പിൾ എടുത്ത് കഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും അരവിന്ദ് കയ്യിൽ കയറി പിടിക്കുകയാണ്. അയ്യോ, ഞാൻ ഈ ആപ്പിൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കഴിക്കാൻ നോക്കിയതാണ്. ആണോ? എങ്കിൽ ഞാൻ കഴിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് രമേശൻ്റെ കൈകൊണ്ട് തന്നെ അരവിന്ദ് ആ ആപ്പിൾ കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അളിയ നല്ല രുചിയുണ്ട്, നല്ല മധുരവുമുണ്ട്. അപ്പോൾ രമേശൻ പറയാണ്, ജീവിക്കുകയാണെങ്കിൽ അരവിന്ദ നിന്നെ പോലെ ഇങ്ങനെ സന്തോഷവും നിന്നെ പോലെ ഇങ്ങനെ ഭാഗ്യത്തോടു കൂടിയും ജീവിക്കണം. ഇപ്പോൾ ഈ വീട്ടിൽ നീയല്ലേ എല്ലാം കൊണ്ടും ഭാഗ്യത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ രമേശൻ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടും കൊണ്ടാണ് അവിടേക്ക് അശ്വതി വരുന്നത്. അപ്പോൾ അശ്വതി പറയണേ, എന്താണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ വേറെ ജോലിയൊന്നും ഇല്ലേ? അവിടെ നിന്ന് എണീറ്റ് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രമേശനെ അവിടെ നിന്നും പറഞ്ഞു വിടണം. അപ്പോൾ രമേശൻ അശ്വതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, അല്ല അശ്വതി, നീ എന്താ ഇപ്പോൾ എന്നോട് ഇങ്ങനെ പതിവില്ലാതെ പണിക്കൊക്കെ പോകാൻ വേണ്ടി പറയുന്നത്? എന്തു പറ്റി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാ മനുഷ്യ അവിടെ പോയി നിൽക്കുന്നത്, നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് രമേശനെ അവിടെ ഇരുത്താൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അരവിന്ദ് അശ്വതിയെയും അനുവിനെയും അവിടേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയണ, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ പതിവില്ലാതെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നു, ഒരാളിതാ ജോലിയൊക്കെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു, ഇതെന്തു പറ്റി? എന്നെ കണ്ട ഭാവം പോലും നിങ്ങൾ നടിക്കുന്നില്ലല്ലോ. ഞാനിതാ ഇവിടെ അമ്മയുടെ മടിയിൽ കിടക്കുന്നു, പാട്ട് പാടുന്നു, എന്നിട്ട് പോലും നിങ്ങളാരും എന്നോടൊന്നും മിണ്ടുന്നതുമില്ല, നിന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. അത് പറ്റി എന്നോട് എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എത്രയോ ദിവസങ്ങൾക്ക് ശേഷമല്ലേ നമ്മൾ കാണുന്നത്, അപ്പോൾ എന്നെ കണ്ട ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ രമേശിനടുത്തേക്ക് വരികയാണ്. എന്നിട്ട് രമേശൻ പറയാണ്, എനിക്ക് തന്നെ അരവിന്ദ നിന്നോട് അസൂയ തോന്നുന്നു. നീ ഇപ്പോൾ എന്തൊരു സന്തോഷത്തിലും എന്തൊരു ഭാഗ്യത്തിലുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എല്ലാവരേക്കാളും ഭാഗ്യം നിനക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നീ ഇപ്പോൾ രാജാവിനെ പോലെയല്ലേ ഇവിടെ ജീവിക്കുന്നത്. എൻ്റെ കണ്ണു പോലും നിനക്ക് തട്ടുമെന്ന് തോന്നും. അത്രയ്ക്ക് ഭാഗ്യത്തിലല്ലേ അമ്മയുടെ മടിയിൽ കിടക്കുന്നു. അമ്മയാണെങ്കിലോ ഫ്രൂട്ട്സുകളൊക്കെ വായിൽ വെച്ച് തരുന്നു. നീയാണിപ്പോൾ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദനെ പുകഴ്ത്തിയ സമയത്ത് അരവിന്ദൻ അതിൽ നിന്നും ഒരു ആപ്പിൾ എടുക്കുകയാണ്. എന്നിട്ട് ഇത് അളിയൻ കഴിച്ചോ, ഇത് കണ്ടിട്ടേ ഇനിയിപ്പോൾ അളിയന് തരാതിരുന്നാൽ ചിലപ്പോൾ എനിക്ക് വയറ്റുവേദന വരും, അതുകൊണ്ട് ഇതൊന്ന് കഴിച്ചേക്ക് എന്ന് പറയണേ. എനിക്ക് അല്ലെങ്കിൽ കൊതിപെട്ടാലോ അളിയൻ്റെ എന്ന് പറഞ്ഞ് വായിൽ വെച്ച് കൊടുക്കാണ്ട്. അപ്പോൾ അരവിന്ദനെ സോപ്പിടാൻ വേണ്ടി അരവിന്ദ് കൈയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. രമേശൻ അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അശ്വതി പറയണേ, നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് രമേശനോട് ചോദിക്കേട്ട. അപ്പോൾ ഹേമ പറയണ, അല്ല നിങ്ങളെന്താ ഇവൻ ചോദിക്കുന്നതിന് മറുപടി പറയാത്തത്, നിനക്കെന്താടി വായിൽ നാവില്ലേ എന്ന് അനുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അനു പറയണ, അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ അരവിന്ദ് പറയണ, അല്ല ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് മറുപടിയില്ല. അപ്പോൾ ഹേമ പറയണേ, എൻ്റെ മോൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനില്ല. അനു പിന്നെ ചെറിയ കുട്ടിയാണെന്ന് കരുതാം, പക്ഷേ നീ അങ്ങനെയല്ലല്ലോ അശ്വതി, നിനക്കെന്താ മറുപടി പറഞ്ഞൂടെ, നിനക്കെന്താ ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായോ? അപ്പോൾ അശ്വതി പറയണേ, എനിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, ആവശ്യത്തിനും അതിലപ്പുറവും ഉണ്ട്, പക്ഷേ ബുദ്ധി ഇല്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ട്,
അവരോട് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് അരവിന്ദനെ തട്ടിച്ചുകൊണ്ട് അശ്വതി പറയുമ്പോൾ, നീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നീ ഇപ്പോൾ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നും എനിക്ക് മനസ്സിലായി. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നല്ലതുപോലെ അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ എന്നോട് നല്ല ദേഷ്യമാണെന്നുള്ളതും എനിക്കറിയാം. പക്ഷേ രണ്ടുപേർക്കും ഞാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഞാനിപ്പോൾ ഒരു വില്ലനും ആകാശ് ഇപ്പോൾ നല്ലവനുമായിരിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലിരിപ്പെന്ന അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ നിങ്ങൾക്ക് വില്ലനാണെങ്കിൽ ഞാൻ വില്ലൻ തന്നെയാണ്. പക്ഷേ എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നവർക്ക് ഞാനൊരു ഹീറോയിനായിരിക്കും എന്നൊക്കെ പറയട്ടെ. അപ്പോഴൊക്കെ രമേശൻ അരവിന്ദൻ്റെ കൈ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അളിയ ഒന്ന് പതിയെ അമർത്ത് എന്നൊക്കെ അതിനിടക്ക് കൂടെ പറയുന്നുണ്ട്. അല്ല അമ്മേ, ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലടാ മോനെ, നീ ഒരു ഹീറോയിൻ തന്നെയാണ്. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം നീ ഒരു ഹീറോയിൻ തന്നെയാണ്. അല്ല കേട്ടില്ലേ, അമ്മ പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾക്ക് ഞാൻ വില്ലനാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ഹീറോയിനാണ്. അപ്പോൾ അശ്വത് പറയാണ്, നീ എന്ത് തന്നെ വളർമയോടുകൂടി സംസാരിച്ചിട്ടും ഒരു കാര്യവുമില്ല. നീ ചെയ്ത ദ്രോഹം അത് ഒരിക്കലും മരിച്ചാൽ പോലും ഞങ്ങൾ ആരും മറക്കില്ല. അത്രയ്ക്ക് വലിയ ചതിയാണ് നീ ഈ കുടുംബത്തിനോട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അരവിന്ദ് ചോദിക്കാൻ, അല്ലടി ഞാൻ എന്ത് ദ്രോഹമാണ് ഈ കുടുംബത്തിനോട് ചെയ്തത്? അയ്യോ, നീ ഒന്നും ചെയ്തില്ലേ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ അവളെ ചതിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞത് നീ ചെയ്തത് ദ്രോഹമല്ലാതെ പിന്നെ നീ ചെയ്തത് ത്യാഗമാണോ? നീ ആകാശ് ചാരുവിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടൊന്നുമല്ലല്ലോ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയത്. നിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ചാരു നാണം കെടണം. അത്രയും പേരുടെ മുന്നിൽ വെച്ച് ചാരു നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കണം. ഈ വീട് എല്ലാവർക്കും മുന്നിൽ അപമാനിക്കപ്പെട്ട് നിൽക്കണം എന്ന് കരുതിയിട്ടല്ലേ? എന്നിട്ടിപ്പോൾ നാണം കെട്ട് ഇവിടേക്ക് വീണ്ടും തിരിച്ചു കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ല നിന്നെ ഈ വീട്ടിൽ നിന്നും കല്യാണം കഴിച്ച് ഇറക്കി വിട്ടതല്ലേ? എന്നിട്ട് പിന്നെ എന്താ നീ ഇവിടെ നാണം കെട്ട് വീണ്ടും വന്ന് നിൽക്കുന്നത്? അല്ല അളിയ, നിങ്ങളുടെ ഭാര്യയ്ക്ക് കുറച്ച് നാക്ക് നീളുന്നുണ്ട്. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. എന്നോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് ഉപദേശിച്ചു കൊടുത്തേക്ക് എന്ന് പറയട്ടോ. അപ്പോൾ അശ്വതി ദേഷ്യത്തിൽ ഇങ്ങനെ അരവിന്ദനെ നോക്കുകയാണ്. അപ്പോൾ അനുവിനോട് അരവിന്ദ് ചോദിക്കാൻ, എന്താടി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ നിൻ്റെ ഏട്ടനാടി, നിനക്കൊന്നും പറയാനില്ലേ? അത് കേട്ടപ്പോൾ, അതുകൊണ്ട് തന്നെയാണ് മിണ്ടാതെ നിൽക്കുന്നത്. നീയൊക്കെ എൻ്റെ ഏട്ടനാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. അത് കേട്ടപ്പോൾ ഹേമ അങ്ങ് അനുവിനോട് ദേഷ്യപ്പെടാണ്. മര്യാദക്ക് സംസാരിച്ചോളണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അരവിന്ദ് അനുവിനെ കളിയാക്കിയിട്ട് പറയണേ, നിനക്ക് എന്നെ ഏട്ടനാണെന്ന് പറയാൻ അറിയില്ലെങ്കിൽ നീ മലയാളത്തിൽ പറയേണ്ടടി. നീ തമിഴിലോ ഇംഗ്ലീഷിലോ കന്നഡയിലോ ഹിന്ദിയിലോ അങ്ങനെ എങ്ങനെയെങ്കിലും നീ എന്നെ ഏട്ടാ എന്ന് വിളിച്ചാൽ മതി. അപ്പോഴാണ് ചാരു തുണി കഴുകാൻ വേണ്ടി താഴേക്ക് വരുന്നത്. അപ്പോൾ അത് കണ്ട അരവിന്ദ് പറയാണ്, ആഹാ ഇതാരാ ഇപ്പോൾ തുണിക്കച്ചവടക്കാരിയോ? നീ കൃത്യസമയത്താണല്ലോ വന്നത്. അപ്പോൾ ചാരു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഹേമ പറയണേ, എന്താടി നിന്റെ മുഖത്ത് നല്ല പേടിയുണ്ടല്ലോ. നീയും നിന്റെ ബാലമാമയും കൂടി ഇവിടെ എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയിരുന്നത്? നിങ്ങളുടെ ഒന്നും വിലച്ചില് ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. എൻ്റെ മകൻ അരവിന്ദ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ളതൊക്കെ അവനാണ് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അരവിന്ദ് പറയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ആട്ടമൊക്കെ ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഞാൻ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും നീ ഇപ്പോൾ പണിയെടുക്കാൻ വേണ്ടി വന്നതല്ലേ? നീ എന്തായാലും നിനക്ക് ഒരുപാട് പണിയുള്ളതല്ലേ? നീ നിൻ്റെ പണി നോക്ക്, നീ നിൻ്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞ് ചാരുവിനെ പരിഹസിച്ച പോലെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ പറയണേ. അങ്ങനെ ചാരു ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ തന്നെയാണ് അരവിന്ദനെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത്. അപ്പോൾ അരവിന്ദൻ്റെ ആ പ്രവൃത്തിയെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച് അശ്വതിയും അനുവും ചാരുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയാണ്, ചാരു എന്ന് പറഞ്ഞ് അശ്വതി വിളിക്കുകയാണ്. അപ്പോൾ അനു പറയാണ്, ഏട്ടത്തി, ഏട്ടനും അമ്മയും പറയുന്നതൊന്നും കേട്ട് വെറുതെ മനസ്സ് വേദനിപ്പിക്കരുത്. ഇവിടെ ഇപ്പോൾ ഇത്രയും ദിവസം സന്തോഷവും സമാധാനവുമായിരുന്നു. ഇനിയിപ്പോൾ അതെല്ലാം പോകും. ചാരു, അരവിന്ദ് എന്തൊക്കെയാണ് ഇനി ഇവിടെ കാട്ടാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല. പക്ഷെ നീ ഒന്നുകൊണ്ടും വിഷമിക്കുകയും തളരുകയും ചെയ്യരുത്. നിന്നോടൊപ്പം ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ചാരുവിനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ചാരു അവിടെ നിന്നങ്ങ് പോവാണ്. അപ്പോൾ അരവിന്ദ് ഹേമയോട് പറയണേ, അമ്മയുടെ രണ്ട് പെൺപിള്ളേരും അവളോടാണല്ലോ ചായ്വ് എന്ന് പറഞ്ഞപ്പോൾ ഹേമ പറയണ, നീ ഏതായാലും ഇവിടേക്ക് വന്നില്ലേ, അവരുടെ എല്ലാവരുടെയും സ്വഭാവം നീ ഇനി മാറ്റിയെടുത്താൽ മതി എന്ന് പറഞ്ഞ് ഹേമ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രമേശൻ പറയണ, അളിയ എൻ്റെ കൈ വേദനിച്ചിട്ട് വയ്യ. ആരുടെ? എൻ്റെയോ? അല്ല എൻ്റെ കൈ. എങ്കിൽ മതി, നിർത്തിയേ കളിയ എന്ന് പറയട്ടോ. അങ്ങനെ ഹേമ പോയി കഴിഞ്ഞ ഉടനെ രമേശനും പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് പോവാണ്. അപ്പോഴാണ് ആകാശ് അവിടേക്ക് വരുന്നത്. ആകാശിനെ കണ്ട ഉടനെ തന്നെ അരവിന്ദ് ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്, പ്രശ്നമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് പറയണേ, അല്ല നീ എവിടേക്കാണാവോ പോകുന്നത് എന്ന് പറഞ്ഞ് വഴി തടയുകയാണ്. അപ്പോൾ ആകാശ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അല്ല നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ എങ്ങനെയാണ്? സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാണോ? അങ്ങനെ വരാനൊന്നും സാധ്യതയില്ല. പക്ഷേ എന്താണ്, ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്
അപ്പാർട്ട്മെൻറ്റിലായിരിക്കുമല്ലേ ജീവിക്കുന്നുണ്ടാവുക. ഇതിലും ഭേദം നിനക്ക് ഒരു കൊട്ടം മണ്ണ് തലയിലൂടെ അങ്ങ് കമഴ്ത്തിയാൽ മതിയായിരുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദൻ ആകാശിൻ്റെ വഴി തടഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ട് ആകാശാണെങ്കിൽ ഒന്നും മിണ്ടാതെ ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. എന്നിട്ട് അരവിന്ദ് ചാരുവിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സംസാരം കേട്ടിട്ടാണ് ചാരു ഇനി താഴേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയത്താണ് ചാരു ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടികളാണ് ഇനി ആകാശ് അരവിന്ദിനോട് പറയുന്നത്. ചാരു എൻ്റെ തങ്കമാണ്, എനിക്ക് എൻ്റെ തങ്കത്തെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്, ചാരുവിനെ പോലെ ഒരു ഭാര്യ എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അരവിന്ദിനോട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.